ഡിജിറ്റലൈസേഷനിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ഇന്ത്യ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് UN ജനറൽ അസംബ്ലിയുടെ 78ാമത് സെഷൻ പ്രസിഡന്റ് ഡെന്നീസ് ഫ്രാൻസിസ് റോമിൽ. ഡിജിറ്റലൈസേഷനിലൂടെ ദ്രുതഗതിയിലുള്ള വികസനത്തെ പിന്തുണയ്ക്കേണ്ടതിന്റെ ആവശ്യകതയെ പരാമർശിച്ചുകൊണ്ട് ഫ്രാൻസിസ് ഇന്ത്യയുടെ ഉദാഹരണമാണ് എടുത്തുകാട്ടിയത്. അതിനൊപ്പം തന്നെ ഇന്ത്യയെ പ്രശംസിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഉദാഹരണത്തിന് ഇന്ത്യയുടെ കാര്യം തന്നെ എടുക്കുക. കഴിഞ്ഞ 5-6 വർഷത്തിനിടെ 800 ദശലക്ഷം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ പ്രഭാഷണത്തിന് ശേഷം ചടങ്ങിൽ ഒത്തുകൂടിയ UN നയതന്ത്രജ്ഞരുടെയും ഉദ്യോഗസ്ഥരുടെയും നയവിദഗ്ധരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ഫ്രാൻസിസ്. ബാങ്കിംഗ് സംവിധാനവുമായി ഒരിക്കലും ബന്ധമില്ലാത്ത ഇന്ത്യയിലെ ഗ്രാമീണ കർഷകർക്ക് അവരുടെ ബില്ലുകൾ അടയ്ക്കുന്നതും ഓർഡറുകൾ പേയ്മെന്റ് സ്വീകരിക്കുന്നതും ഉൾപ്പെടെ അവരുടെ എല്ലാ ബിസിനസ്സുകളുടെയും അവരുടെ സ്മാർട്ട് ഫോണുകളിൽ കൂടെ നടത്താൻ കഴിയുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യയിലെ 800 ദശലക്ഷം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയതായാണ് ഫ്രാൻസിസിന്റെ പ്രധാന കണ്ടെത്തൽ. ഇന്ത്യയിൽ ഇപ്പോൾ ഇന്റർനെറ്റ് വളരെയധികം സ്വാഭാവികമായി മാറിയിട്ടുണ്ട്. രാജ്യത്ത് മിക്കവാറും എല്ലാവരുടെയും സ്മാർട്ട് ഫോൺ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഗ്ലോബൽ സൗത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെയല്ലെന്നാണ് ഫ്രാൻസിസിന്റെ അഭിപ്രായം. 2009 ഇന്ത്യയിലെ മുതിർന്നവരിൽ 17% പേർക്ക് മാത്രമേ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. 15% പേർക്ക് മാത്രമേ ഡിജിറ്റൽ പേയ്മെന്റുകൾ ഉപയോഗിച്ചിരുന്നുള്ളൂ. 25ൽ ഒരാൾക്ക് മാത്രമേ തിരിച്ചറിയൽ കാർഡും 37% പേർക്ക് മാത്രമേ മൊബൈൽ ഫോണും ഉണ്ടായിരുന്നുള്ളൂ. ഈ സംഖ്യകൾ മോദി സർക്കാരിന്റെ കാലത്ത് ക്രമാതീതമായാണ് വർദ്ധിച്ചത്. ഇന്ന് അത് 93%-ത്തിലെത്തി നിൽക്കുകയാണ്. 1 ബില്യണിലധികം ആളുകൾക്ക് ഇന്ന് ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയുണ്ട്. 80%-ത്തിലധികം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളുമുണ്ട്. 2022 കണക്കനുസരിച്ച് 600 കോടിയിലധികം ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകൾ പ്രതിമാസം പൂർത്തിയാക്കുന്നുണ്ടെന്നും ഫ്രാൻസിസ് പറയുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാവരിലേക്കും ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. പദ്ധതിയിലൂടെ എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കുക എന്ന ലക്ഷ്യവും കേന്ദ്ര സർക്കാരിനുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വൈഫൈ സംവിധാനവും ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതാണ് ഈ പദ്ധതി. ഈ പദ്ധതി നിലവിൽ വരുന്നതോടെ 18 ലക്ഷത്തോളം തൊഴിലവസരങ്ങളും ഉണ്ടാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനു പുറമെ സർക്കാരിന്റെ വിവിധ മന്ത്രാലയങ്ങളെയും വകുപ്പുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പാണ് പദ്ധതി ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളെ ഇലക്ട്രോണിക് ഓൺലൈൻ മാധ്യമങ്ങളുടെ ഗുണഫലം കൊയ്യുന്നതിൽ ശാക്തീകരിക്കുന്നതിനും രാജ്യവ്യാപകമായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന സൗകര്യം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഈ പ്രോഗ്രാം. രാജ്യം മൊബൈൽ ഗവർണൻസിലേക്ക് ചൂടുമാറ്റേണ്ട സമയമായതായും ഇന്റർനെറ്റും മൊബൈൽ ഫോണും വഴി സേവനങ്ങളും സൗകര്യവും നൽകേണ്ട കാലമായെന്നും 2015 ജൂലൈ 1 ഇന്ദിരാഗാന്ധി നാഷണൽ സ്റ്റേഡിയത്തിൽ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നാലെ ഇങ്ങോട്ട് നടന്ന കാര്യങ്ങളെല്ലാം ശരവേഗത്തിലായിരുന്നു. രാജ്യത്ത് കർഷകർ, ദരിദ്രർ തുടങ്ങിയ എല്ലാവർക്കും ഗവേണൻസും കൊമേഴ്സും ഉൾപ്പെടെ എല്ലാ ഇന്റർനെറ്റ് സേവനങ്ങളും എത്തിക്കുക, IT ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറച്ച് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, IT മേഖലയിൽ 4 ലക്ഷം രൂപയുടെ വൻ നിക്ഷേപവും 18 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് സഹായം നൽകുക, മികച്ച സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുക, എല്ലാ സ്കൂളുകളിലും സർവകലാശാലകളിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ, അങ്ങനെ നിരവധി പദ്ധതികളായിരുന്നു ഈ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യ അവതരിപ്പിച്ചത്. ഇതിലൂടെയാണ് വൻ മുന്നേറ്റം നേടാൻ ഇത്രനാൾക്കുള്ളിൽ രാജ്യത്തിന് സാധിച്ചതെന്നും പറയുന്നുണ്ട്.